ലോൺ കയറോ? 40,000 മുടക്കല്ല, അടിപൊളി ഈക്കോ ഉണ്ടാവും അല്ലേ? അത് 7 സീറ്റ് AC ഗ്രില്ല് കാര്യങ്ങൾ കാരിയർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലേ? പുതിയ പേപ്പറിൽ 1,35 കൊടുക്കാം. 1,35,000 10 സീറ്റ് വണ്ടി കൊടുക്കാല്ലേ? 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഒരു 10,60,000 70,000 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാനല്ലേ? പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം. 3,95 നമുക്ക് ഫൈനൽ കൊടുക്കാം. 3,95,000 ഡീസൽ. ഡീസല് 3,95,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് റേറ്റ് തന്നെയാണ്. ഒരു 5,00,000 റുപ്യ കൊടുക്കാം. 5,00,000 രൂപയ്ക്ക് 21 മോളില് കൊടുക്കാം. 1 ലിറ്റർ കൊടുക്കാം അല്ലേ? 3,400 റുപ്യ കൊടുക്കാം. 3,25,000 വണ്ടി കൊടുക്കാം. ഇതിപ്പോ ലോണ് കയറുന്നാല് 60,000 മുടക്കണ്ടിയല്ല, അടിപൊളി വാഗണർ കൊണ്ടുപോകാം അല്ലേ? പെട്രോളും അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ അല്ലേ? മൈലേജ് പുതിയ മോഡല് മൈലേജ്. നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കുന്നത്. മണ്ണിൽ പിലാക്കളുടെ ജനറൽ കാർസ് യൂസർ കാറിന്റെ ഷോപ്പിലാണ്. കണ്ടമാനം വണ്ടികൾ, പുതിയ സ്റ്റോക്കുകളും കുറെ വണ്ടികൾ, പുതിയ സ്റ്റോക്ക് കയറിയ വണ്ടികൾ കിട്ടും. അതേമാതിരി 7 സീറ്റ് 10 സീറ്റ് വണ്ടികളൊക്കെ 1,35,000 മുതൽ വണ്ടികൾ കിട്ടും. നീക്കോകളുമാണ് 50,000 മുടക്കില്, സ്വിഫ്റ്റുകൾ 50,000 മുടക്കില്, BM-കളൊക്കെ ചെറിയ പൈസ കിട്ടും. 9 മോളില് BM-കളൊക്കെ മാക്സിമം നല്ല വില കുറവിൽ സാധനം കിട്ടും. നമ്മളെ കോളിലെ ഷെൽഫിക്ക് നമ്മളെ വീഡിയോയിലേക്ക് സുഖല്ലേ? ഷാറല്ലേ? ലൊക്കേഷൻ കുരിയാട് മണ്ണിപ്പിലാക്കല വരുന്നത്. കൂരിയാട് മണ്ണിൽ പിലാക്കല. ഓക്കെ. പിന്നെ എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ? 1,30 മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട്. ഇത് നമുക്ക് 7 സീറ്റ് വണ്ടി നമുക്കൊരു 1,35 കൊടുക്കാം. 7 സീറ്റ് വണ്ടികൾ പേപ്പർ പുതിയ ഫുൾ പേപ്പർ ക്ലിയർ, അതും കോളീസി ആണല്ലേ? 1,35,000 7 സീറ്റ് വണ്ടി തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോ ഓട്ടോമാറ്റിക് ഐറ്റം ഗ്രാൻഡ് 2-3 ഉണ്ട്. അതൊക്കെ മാക്സിമം ലോണിലോട്ടോ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ഫുൾ ലോണാണ്. അതേമാതിരി ഇന്ത്യക്ക് വിസ്റ്റകൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഉണ്ട്. അത് 1,30, 1,35 കൊടുക്കാല്ലേ? ഈക്കോൾ 50,000 മുടക്കിലിറക്കാം. എക്സ്പ്രസ് ബ്രസ്സുകൾ എല്ലാം ഉണ്ടല്ലോ? എല്ലാം പുതിയ മോഡലാണല്ലേ? പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലോട്ടും ഗ്യാരണ്ടി ആണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തായാലും 2 പാർട്ട് വരാണ്ടാവുമല്ലോ അല്ലേ? ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ വണ്ടി നല്ല അടിപൊളി ചൈന കോളീസി ആണല്ലേ? റീനോ 2000. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2008 ആണ് വരുന്നത്. 8 മോഡലാണ്. പുതിയ പേപ്പർ, ഫുൾ പേപ്പർ ക്ലിയറാ? ഫുൾ പേപ്പറിൽ നമുക്ക് എടുത്തെടുക്കാം. 5 വർഷം എല്ലാ പേപ്പറും ക്ലിയർ ആയി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഇഞ്ചൻ പക്ക കണ്ടീഷനാണ്. ഇഞ്ചൻ ഫുള്ള് കണ്ടീഷനാണ്. ഇഞ്ചൻ മെക്കാനൊക്കെ ഉഷാറാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഇത് 10 സീറ്റ് വണ്ടിയായിട്ട്? 10 സീറ്റ് ആണ് അല്ലേ? പക്ഷെ നല്ല വൃത്തിദാനുണ്ടല്ലോ അല്ലേ? ഹിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറാണല്ലേ? ഇഞ്ചൻ മെക്കാനിക് എല്ലാം ഉഷാറാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. ഫുള്ള് ടയറുണ്ട്. ഫുൾ കട്ട് ടയർ ഉണ്ടല്ലോ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്കൊരു പുതിയ പേപ്പറിൽ 1,35 കൊടുക്കാം. 1,35,000 10 സീറ്റ് വണ്ടി കൊടുക്കാല്ലേ? 5 വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഓക്കെ. ഇത് ഡീസൽ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? ഒരു 15 മൈലേജ് കിട്ടും. 15 എന്തായാലും മൈലേജ് കിട്ടും. 10 അടിപൊളിയായിട്ട് പോകാല്ലേ? 5 വർഷത്തിന് ശേഷം മാത്രം നോക്കിയാൽ മതില്ലേ? അടുത്ത വണ്ടി ഈക്കോല്ലേ? 2012 മോളിൽ ഈക്കോ. AC ഉള്ള വണ്ടിയാണ് അല്ലേ? 5 സീറ്റ് വണ്ടി അല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റ് AC വെച്ചപ്പോ കമ്പനി തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ? ഇത് 71,000 കിലോമീറ്റർ ഓടിയുണ്ട്. രണ്ടാമത്തെ ഓണർ. ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? കാരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നല്ല വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്കൊരു 1,90 ഫൈനൽ കൊടുക്കാം. 1,90 ഫൈനലായിട്ട് കൊടുക്കാം. അതിന് കുറേ ഉണ്ടാവില്ലല്ലോ? മാക്സിമം കുറച്ചാണ്. മാക്സിമം കുറച്ചിട്ട് നമ്മളെ റേറ്റ് പറഞ്ഞല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണല്ലേ? ഇതിപ്പോ ലോൺ കയറുന്നാല്? ഒരു 1,500 റുപ്യ ലോൺ കയറും. ലോൺ കയറോ? 40,000 മുടക്കല്ല, അടിപൊളി ഈക്കോ ഉണ്ടാവല്ലേ? അത് 7 സീറ്റ് AC ഗ്രില്ല് കാര്യങ്ങൾ കാരിയർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലേ? നല്ല വൃത്തിലുണ്ട്. വേറെ പണി കാര്യങ്ങള് റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അടുത്ത വണ്ടി നല്ല അടിപൊളി എക്സ്പ്രസ് ആണല്ലോ? ഇത് 2021 മോഡൽ എക്സ്പ്രസ് ആണല്ലേ? 30,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. ആ വണ്ടിയുള്ള 30,000 സെക്കൻഡ് ഓണർഷിപ്പില്ലേ? ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് VXI പെട്രോൾ വണ്ടി അല്ലേ? VXI ഫുൾ ഓപ്ഷൻ വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? ഫൈനൽ ഒരു 3,95 നമ്മൾ കൊടുക്കാം.
395 ഫൈനൽ പറഞ്ഞത്. അതിപ്പോ നെഗോഷ്യബിൾ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. മാക്സിമം റേറ്റ് കുറച്ചാണ്. കുറച്ചിട്ട് നമ്മളെ വീഡിയോയിൽ പറഞ്ഞല്ലേ? ഇതിപ്പോ ലോണൊക്കെ എത്ര കയറുന്നാല്? 3000 രൂപ ലോൺ തരാം. 3000 രൂപ ലോൺ കയറും. ഒരു 50,000 മുടക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി എക്സ്പ്രസ് ഉണ്ടാവല്ലോ അല്ലേ? അതും ഫുൾ ഓപ്ഷൻ VXI വണ്ടി അല്ലേ? ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ 18-20 ഒക്കെ മൈലേജ് കിട്ടും. ആ ലെവലിൽ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? അടുത്ത വണ്ടി ബ്രസ് അല്ലേ? 2018 മോഡൽ ബ്രസ്സാ. ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? KL11 കോഴിക്കോടാണ് അല്ലേ? ഫുൾ കമ്പനി സർവീസ്. ഇഷ്ടമുള്ള വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ZDI+. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് 1.55 ഓടിയാണ്. 1.55. ഓക്കെ. 1.51 ഓടിക്കുന്നുണ്ട്. 1.51 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ ഇഷ്ടമുള്ള വണ്ടി അല്ലേ? നമുക്കൊരു 7.85 ഫൈനൽ കൊടുക്കാം. 7,55,000. 8.5. 85 ചോദിക്കുന്നുണ്ട്. ആ ലെവലിൽ കൊടുക്കും ചെയ്യാലോ അല്ലേ? കൊടുക്കാം. പിന്നെ വരുന്നവർക്ക് എമ്മാണി ചെറിയ രീതിയിൽ നമുക്ക് നോക്കല്ലേ? നെഗോഷ്യബിള് നോക്കാം നമുക്കല്ലേ? മാക്സിമം മുട്ടിച്ചാ പറഞ്ഞേ. പിന്നെ ഒരാൾ എണ്ണക്കായങ്ങൾ കുറച്ച് തരും. ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങള് മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. 3 നമ്പറല്ലേ? 963 നമ്പർ ആയിട്ടില്ലേ? ഇതുമ്പോ എത്ര ലോൺ കയറുമ്പോ? 6,000 ലോൺ കയറും. മാക്സിമം കയറും. ഒരു 80,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? നോക്കാം നമുക്കല്ലേ? 80,000 1 ലക്ഷം വേണ്ടിയില്ലേ? 1 ലക്ഷം രൂപ വേണ്ട എന്തായാലും കാണ്ടി വരും അല്ലേ? നല്ല പ്രൊഫൈലിലൊക്കെ മാക്സിമം ലോൺ കയറും. പിന്നെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ? ഇപ്പൊ ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? 18-20 മൈലേജ്. ആ ലെവലില് മൈലേജും കിട്ടും. നല്ല അടിപൊളി XUV പോവാല്ലേ? അടുത്ത വണ്ടി വീണ്ടും ബ്രസ് അല്ലേ? 16 മോളില് 17 രജിസ്ട്രേഷൻ പറ്റില്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാ? 1.10 ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഓടികൊണ്ട് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ എന്ത് ചെയ്യും? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? ഒരു 7.55 കൊടുക്കാം. 7,55,000 ചോദിക്കണ്ടല്ലേ? കുറയോ? അല്ല മാക്സിമം 7,55,000 ചോദിക്കുന്നുണ്ട്. ZDI+ ആട്ടാ. 17 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZDI+. ഓക്കെ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന നല്ല ഫുൾ കട്ട് ടയർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അതും സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ടല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇതൊരു 7.55 കൊടുക്കാം. 7,55,000 കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ 6.25. ആ ലെവലില് അതിന്റെ അടുത്ത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് വെക്കാലോ അല്ലേ? പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോണാണ്. ഒരു 10,000 70,000 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാനല്ലേ? പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം. ഡീസൽ മാത്രം മൈലേജ് കിട്ടും. 18-20. ആ ലെവലിൽ എന്തായാലും സെയിം പ്രൊഫൈലൊക്കെ സെയിം ആണല്ലോ? പിന്നെ അടുത്തോണ്ട് നല്ല ടാറ്റ നെക്സോൺ ഉണ്ടല്ലോ. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ നെക്സോൺ ആണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുള്ളോടെ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 58,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ. അത്ര ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആട്ടാ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നല്ല വൃത്തിലുണ്ട്. ലോ കിലോമീറ്റർ ഓടി വണ്ടിയില്ലേ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു? രണ്ടാമത്തെ ഓണർ നിലവിലുള്ളല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇതൊരു 8.95 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 8,95,000 ലാസ്റ്റ് കൊടുക്കാം അല്ലേ? ഫൈനൽ റേറ്റ് ഓട്ടോമാറ്റിക് ഡീസൽ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വേറെ റീപ്ലേസ് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. ഇതിപ്പോ ലോൺ എത്ര കയറും? ഫുൾ ലോൺ കയറുമോ? മാക്സിമം ലോൺ കയറും. നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ കയറും. അല്ലെങ്കിൽ 10,80,000 50,000 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഉണ്ട്. 18-20 മൈലേജ്. അല്ല ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുണ്ടല്ലോ. അടുത്ത വണ്ടി I20 അല്ലേ? I20 14 മോഡൽ I20 ഡീസൽ ആയിക്കല്ലേ? ഡീസല്. മാഗ്ന പ്ലസ് 3ാമത്തെ ഓണർ. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ ഇഷ്ടമുള്ള വണ്ടി. മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? 3ാമത്തെ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിക്കുന്നത്? ഇത് 1.18 ഓടിക്കുന്നുണ്ട്. ഇത് 3.95 നമുക്ക് ഫൈനൽ കൊടുക്കാം. 3,95,000 ഡീസൽ. ഡീസല് 3,95,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് റേറ്റ് തന്നെ ആണല്ലേ? ഇതിപ്പോ ലോണൊക്കെ എത്ര കയറുന്നാല്? 3.25 രൂപ ലോൺ കയറും. 3.25 കയറും ചെയ്യോ? ഒരു 50-60 ഉറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാല്ലോ അല്ലേ? വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും എല്ലാം കൂടി ഉഷാർ വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും?
ഡീസൽ 18-20 ഒക്കെ മൈലേജ് ഉള്ള വണ്ടികളാണ് ഡീസൽ. ഡീസൽ വണ്ടികൾക്ക് ഏകദേശം 18-20 ലെവൽ മൈലേജ് കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു XUV അല്ലേ? ക്രെറ്റ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ആസ്റ്റ ഓപ്ഷണൽ വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷനലാ? ഓപ്ഷണൽ. ഓക്കെ. 2016 മോഡൽ അല്ലേ? മൂന്നാമത്തെ ഓണർ നിലവിലുള്ളത്. ഫുള്ള് കമ്പനി സർവീസ്. പ്രോപ്പർ ഹിസ്റ്ററിലുള്ള വണ്ടിയാ? ഹിസ്റ്ററുള്ള വണ്ടിയാണ്. എത്ര ഓടിക്കണ്ടേ? ഇത് 1.53 ഓടിയാണ്. ഓടിക്കണ്ടല്ലേ? മൂന്നാമത്തെ ഓണർ. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ഫുൾ ഓപ്ഷൻ അല്ല. ഓക്കെ. LCD ചെയ്താ? LCD കമ്പനി ചെയ്തല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല്? ഇതൊരു 7.55 കൊടുക്കാം. 7,55,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കുവോ? ഏറ്റവും കുറവാണ്. ഇത് 8-9 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. മാക്സിമം മുട്ടിച്ച് നമ്മള് പറഞ്ഞില്ലേ? ഓക്കെ. ഇപ്പൊ ലോൺ എത്ര കയറുന്നാലേ? ലോൺ 7,000 രൂപ കയറണം. 7 ലക്ഷം ലോൺ കയറും. എന്നാലും ഒരു ഉറുപ്പ്യ വേണ്ടി വരൂലേ? ഉറുപ്പ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ക്ലച്ച് ഇറക്കാം അല്ലേ? ഇത് ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 18-20 ഒക്കെ മൈലേജ് ഉണ്ടല്ലോ അല്ലേ? അടിപൊളിയായിട്ട് പോകാം. നല്ല പവറുള്ള വണ്ടി അല്ലേ? CV. ഓക്കെ. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് വാഗണർ അല്ലേ? 2021 മോഡലാണ് അല്ലേ? 24,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി. ആകെ 24 ഓക്കെ. ഇത് ഓപ്ഷൻ ആയിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. ഓപ്ഷൻ VXI 1 ലിറ്റർ. 1 ലിറ്റർ ഉണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തൊട്ടമുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അത് നമുക്കൊരു 5.5 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് 21 മോളില് വാഗണർ കൊടുക്കാം. 1 ലിറ്റർ കൊടുക്കാം അല്ലേ? ഇതിപ്പോ ലോൺ എത്ര കയറുന്നാല്? ലോണ് 4,00,000 രൂപ കയറണം. മാക്സിമം ലോൺ കയറും. പക്ഷെ ഒരു 19 രൂപ വണ്ടി ഇറക്കാം അല്ലേ? നിസാന്റെ സണ്ണിലെ മലപ്പുറം വണ്ടി അല്ലേ? മലപ്പുറം വണ്ടി. കേരളാണിത്. ഇത് 2014 ഇങ്ങോട്ട് നമ്പറായ വണ്ടിയാണ്. കേരളത്തിൽ മാറിയതാണല്ലേ? നമ്പറായ വണ്ടിയാണ്. 14 മോഡലാണ്. ഇത് ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് XL ആണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.35 ഓടി. മീറ്റർ കാണില്ലേ? മൂന്നാമത്തെ ഓണറാണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? 3,400 രൂപ നമുക്ക് കൊടുക്കാം. 3,25,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഓക്കെ. ഇതിപ്പോ ലോണ് കയറുന്നാല്? 2.5 രൂപ ലോൺ കയറും. മാക്സിമം ലോൺ കയറും. 80,000 മുടക്കാണ്ടാവും. നല്ല അടിപൊളി സടാ വണ്ടി. അത് 3 നമ്പറിൽ വണ്ടി കൊണ്ടാവും അല്ലേ? ബ്ലാക്ക് കളറാണ്. നിസാന സണ്ണി ഉണ്ടോ? ഡീസൽ മൈലേജ് ഉണ്ടല്ലോ അല്ലേ? മൈലേജ് ഉണ്ടോ? എത്ര മൈലേജ് കിട്ടും? ഒരു 20 മേലെ മൈലേജ് ഉണ്ടോ? എന്തായാലും മൈലേജും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ? അടുത്ത വണ്ടി വാഗണർ 2015 സിംഗിൾ ഓണർ വണ്ടി. 15 സിംഗിൾ ഓണർഷിപ്പാ? 60,000 കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ലോ കിലോമീറ്റർ ഇവിടെ ഇറങ്ങിയ വണ്ടി സിംഗിൾ ഓണർ. അതും കേരള 65 65. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ? ഇത് ഓപ്ഷൻ ആയിരുന്നു VXI. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഒരു 3.65 നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 3,65,000 15 മോഡൽ വണ്ടി കൊടുക്കാം. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഓക്കെ. ഇതിപ്പോ ലോണൊക്കെ എത്ര കയറും? 3 രൂപ കയറണം. മാക്സിമം കയറും. 60,000 മുടക്കാണ്ട് നല്ല അടിപൊളി വാഗണർ കൊണ്ടുപോകണം അല്ലേ? പെട്രോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ അല്ലേ? മൈലേജ് പുതിയ മോഡല്. മൈലേജ് ഉണ്ട്. ഐറ്റിൽ നിന്ന് ഓടിക്കും ചെയ്യാം. 50,000 60,000 മുടക്കില്ലേ? വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കിലോമീറ്റർ ഓടി. ഓക്കെ. കമ്പനി ഹിസ്റ്ററിലുള്ള വണ്ടി അല്ലേ? അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ അല്ലേ? ഒരു മാർജിനൽ സദാ വണ്ടി. എങ്ങനെ മോഡലുണ്ട്? 2012 മോഡല്. രണ്ടാമത്തെ ഓണർ. 12 സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? 1,10,000 ഓടി. 1.10. 3.60 നമുക്ക് കൊടുക്കാം. 3,60,000 കൊടുക്കാം. ക്ലീൻ വണ്ടിയാ. വീഡിയോ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ? 2 ടയർ പുതിയ. ഫ്രണ്ടിൽ 2 കരിമ്പുത്തൻ ടയറും ഉണ്ടല്ലോ അല്ലേ? തട്ട് മുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണ്. എത്ര? 3.60. 3.60 നമുക്ക് കൊടുക്കാം. 3.60 കൊടുക്കാം. ലോൺ എത്ര കയറുന്നാല്? 2.25-3 രൂപ ലോൺ കയറും. മാക്സിമം ലോൺ കയറൂല്ലേ? നല്ല പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? ഒരു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കൂല്ലേ? ലോൺ ഒരു വന്നാൽ മതി അല്ലേ? ഓക്കെ. ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ മൈലേജ് സ്വിഫ്റ്റിന്റെ അതേ മൈലേജ് 18-20 മൈലേജ് കിട്ടുമല്ലോ. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കളി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് തരാം ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.